ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നാളെ യാത്ര പോകുമല്ലേ എന്നൊക്കെ നവ്യ നയനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയും, അതൊന്നും നടക്കില്ല ചേച്ചി, അമ്മ ആദർശേട്ടനെ മലയ്ക്ക് വിടാൻ തീരുമാനിച്ചെന്ന്. അതെന്താ നിൻ്റെ അമ്മായിമ്മ അങ്ങനെയൊക്കെ ചെയ്തത്? ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് പറയും. എന്തായാലും 41 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് വേണേലും നമുക്ക് പോകാമല്ലോ എന്ന് നയന പറയും. അപ്പം നവ്യ പറയും, കണ്ടറിയണം, നീ നോക്കിക്കോ, ആ 41 ദിവസം കഴിയുമ്പോഴത്തേന് അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് നിൻ്റെ അമ്മായിമ്മ വരും. അന്നേരം നമുക്ക് നോക്കാം. അന്നേരം ആദർശേട്ടൻ അതിൻ്റെ മറുപടിയും പറഞ്ഞോളൂ അമ്മയോടെന്ന് നയന പറയുന്നുണ്ട്. എന്നാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, മുത്തശ്ശന് രോഗം ഭേദമാകാൻ വേണ്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളെന്ന് പറയും. എന്നാലും നീയും ആദർശേട്ടനും വളരെയധികം സന്തോഷിച്ച് ആഗ്രഹിച്ച് പോകാനിരുന്നതല്ലേ. ഇതെന്താ നയനെ, നമ്മളുടെ രണ്ടുപേരുടെയും അമ്മായിമ്മമാർ കൊള്ളത്തേയില്ല, അവർക്ക് നമ്മളോട് സ്നേഹമേ ഇല്ലല്ലോ എന്ന് പറയും. സാരമില്ല ചേച്ചി, അമ്മായിമ്മമാർക്ക് സ്നേഹമില്ലല്ലെന്നാ, സ്നേഹമുള്ളൊരു ഭർത്താവുണ്ടല്ലോ എന്ന് പറയും. അപ്പം നവ്യ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ നീ ഭാഗ്യവതിയാ, ഇവിടെ ഒരുത്തനുണ്ട്, അവന് ഒരു സ്നേഹവും ഇല്ല. ഇപ്പം രാവിലെ ഇറങ്ങിയ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞിട്ട് വൈകുന്നേരം കയറി വരും, എന്നോട് അങ്ങനെ മിണ്ടാറ് പോലും ഇല്ലെന്ന് പറയും. നവ്യയുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നയനയ്ക്കും സങ്കടമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജയൻ ദേവയാനിയെ വഴക്ക് പറയുന്നതാണ്. നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ ദേവയാനി, അല്ലെങ്കിൽ അച്ഛനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നില്ല, അത്ര ആത്മാർത്ഥതയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറയും. എൻ്റെ സ്നേഹമൊന്നും ഞാൻ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അച്ഛനോട് എനിക്ക് പണ്ടും ഇപ്പോഴും അതുപോലെ തന്നെ സ്നേഹമുണ്ട്. അച്ഛനൊരു രോഗം വന്നപ്പോൾ അത് മാറാൻ വേണ്ടി ഞാൻ ചെയ്ത നേർച്ചയത്. അപ്പോൾ അത് ആദർശ് സമ്മതിക്കുകയും ചെയ്തു, അവനെന്നും മാലയിടാൻ പോവുകയും ചെയ്തെന്ന് പറയും. അതിന് മറ്റുള്ളവർ കൂടി വേണ്ടാന്ന് വെപ്പിക്കാതിരുന്നാൽ മതിയെന്ന് പറയും. നീ മരുമോളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി ദേവയാനി എന്ന് ജയൻ പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങൾ അങ്ങനെ തന്നെ കരുതിക്കൂ. ഇപ്പം 41 കഴിയാതെ അവൻ എന്തായാലും ഒരു ഹണിമൂണിന് അങ്ങനെ പോകണ്ട അവളെയും കൊണ്ട് എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ടങ്ങ് പോകും. അന്നേരമേ ജയന് മനസ്സിലാകുന്നുണ്ട്, ദേവയാനിക്ക് നയനയോടുള്ള ദേഷ്യം മൂലമാണ് ഇപ്പം അവനെ മലയ്ക്ക് വിടാൻ തീരുമാനിച്ചതെന്ന്. എന്തായാലും അയ്യപ്പസ്വാമിയുടെ പേരിലാണ് ഇങ്ങനെ നീ ചെയ്യുന്നത്, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ നീ അതിനെ അനുഭവിക്കുമെന്ന് പറയും. അപ്പോൾ ദേവയാനി പറയും, ഞാനങ്ങ് അനുഭവിക്കുന്നെങ്കിൽ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞങ്ങ് പോകും. അപ്പോൾ അനാമിക ഇതെല്ലാം കേട്ടോണ്ട് നിന്ന് സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമിക അവളുടെ അമ്മയും കൂടെ നയനയും ആദർശം ഹണിമൂണിന് പോകാത്തതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നതാണ്. രേവതി അനാമികയോട് പറയുന്നുണ്ട്, ഞാൻ വന്നാൽ എന്തായാലും അവരുടെ ഹണിമൂൺ മുടക്കിത്തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മോളെ, അതുപോലെ തന്നെ സാധിച്ചില്ലെന്ന്. എന്നാലും അമ്മയെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് അനാമികയും പറയും. അങ്ങനെ അവൾ എന്തായാലും ഹണിമൂണൊന്നും ആഘോഷിക്കണ്ട, എൻ്റെ ജീവിതമേ ഇങ്ങനെ കിടക്കുക, അതിനിടയിൽ അവൾ അങ്ങനെ സന്തോഷിച്ച് പുറത്തിറങ്ങി പോകുന്നത് എനിക്ക് സഹിക്കത്തില്ല അമ്മയെന്ന് പറയും. അനിയുടെ വല്യമ്മ എന്തായാലും അവരെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല, നമുക്കത് മുതലെടുക്കണമെന്നും അനാമിക പറയും. 41 കഴിയുമ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും പ്ലാൻ വല്യമ്മ ഉണ്ടാക്കിക്കോളും, അവരിങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതിയെന്ന്. ഇവർ രണ്ടുപേരും കൂടാണ് പ്ലാൻ ചെയ്ത് ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യിപ്പിച്ചെന്നുള്ള കാര്യം നവ്യ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. രേവതി അനാമിയോട് പറയുന്നുണ്ട്, മോളെ അച്ഛനോട് ഇങ്ങോട്ട് വന്നോട്ടെ, അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയും കൂടെ ഒക്കെ പ്ലാൻ ചെയ്യണമെന്ന്. അവളുടെ അച്ഛനോട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ, എല്ലാവരെയും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് നവ്യ മനസ്സിൽ വിചാരിക്കും. അവർ ഹണിമൂൺ ട്രിപ്പ് പോകുന്നില്ലെന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും അറിഞ്ഞോ എന്ന് അനാമികയോട് രേവതി ചോദിക്കും. ഇല്ല, അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നതെന്ന് അനാമിക പറയും. എന്നാൽ മോളി എന്ന് അവരെ ഒന്ന് ചാക്കിട്, ആ കിളവനും കിളവിയും ചത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മോളി എന്ന് ആ കിളവന് ഗുളിക എടുത്ത് കൊടുക്കുകയോ മരുന്നെടുത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറയും. അത് എനിക്കൊന്നും അറിയത്തില്ല അമ്മേ എന്നും അവളാ ചെയ്യുന്നെന്ന് പറയും. ഇനി അങ്ങനെ വേണ്ട, മോളെ ഇടയ്ക്ക് എന്ന് ഇതൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ ഒന്ന് സൂപ്പിട്ട് നിൽക്കണമെന്ന് പറയും. പിന്നെ അവർ ഹണിമൂൺ പോകുന്നില്ല എന്നുള്ള കാര്യവും അവരെ ഒന്ന് അറിയിച്ചേക്കാൻ പറയും. ഈ ന്യൂസ് കിളവനും കിളവിക്കും വലിയ ഷോക്കിംഗ് ആയിരിക്കും. എന്തായാലും ഞാൻ തന്നെ അത് അറിയിച്ചേക്കാമെന്ന് പറഞ്ഞ് അനാമിക മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് പോകുന്നു. ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് ചെല്ലുന്നത്. മുത്തശ്ശൻ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കും. ഇല്ല മോളെ, അതൊക്കെ നയനമോളല്ലേ എടുത്തു തരുന്നതെന്ന് ചോദിക്കും. എന്നാൽ പിന്നെ ഇന്ന് ഞാൻ എടുത്തു തരാമെന്ന് പറയും. അപ്പം മുത്തശ്ശിക്ക് പേടി തോന്നും. മുത്തശ്ശി ഉടനെ പറയും, വേണ്ട വേണ്ട മോളെ, അതൊക്കെ നയനമോൾ എടുത്തു തന്നോളൂ എന്ന്. അത് സാരമില്ല, ഇന്ന് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അനാമിക മരുന്നൊക്കെ ഇരിക്കുന്ന ആ ഡപ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മുത്തശ്ശൻ ഈ സമയത്ത് കഴിക്കുന്ന ഗുളിക ഏതാണെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും, എനിക്കതൊന്നും അറിയില്ല മോളെ,
എല്ലാം നയനമോൾ കൃത്യമായിട്ട് എടുത്തു തരുമല്ലോ, അതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഉടനെ മുത്തശ്ശിയും പറയുന്നുണ്ട്, എനിക്കും അതൊന്നും അറിയത്തില്ല, അത് നയനമോക്കെ അറിയത്തുള്ളൂ. ഓ, ഇവർക്ക് എപ്പം നോക്കിയാലും അവളെ പൊക്കാനേ സമയമുള്ളല്ലോ എന്ന് അനാമിക മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയും, എന്തായാലും മോൾ ഇതെല്ലാം ഒന്ന് നയനമോളോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം, ഇനിയും കുറച്ച് ദിവസത്തേക്ക് അവരിവിടെ കാണത്തില്ലല്ലോ എന്ന്. അയ്യോ മുത്തശ്ശി, അവർ യാത്ര പോകുന്നില്ല എന്ന് മുത്തശ്ശിയോട് അനാമിക പറയും. അതെന്താ അവർ പോകുന്നില്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. അത് പിന്നെ വല്യമ്മ മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടി ആദർശേട്ടനെ 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദർശേട്ടനൊക്കെ രാവിലെ മാലയിടാൻ പോയെന്ന് പറയും. ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാതാകുന്നുണ്ട്. എന്നാൽ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് ഈ ന്യൂസ് അറിയിച്ചിട്ട് ഉടനെ തന്നെ അനാമിക ഇറങ്ങി അങ്ങ് പോകും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് മരുമോളും മകനൂടെ ഹണിമൂൺ ട്രിപ്പ് പോകാതിരിക്കാൻ വേണ്ടി ദേവയാനി ഒപ്പിച്ചത് തന്നെയാണ്, അതല്ലാതെ ഈ ശബരിമലയ്ക്ക് പോക്ക് ഇത്രയും ദിവസമൊന്നും നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നയനെ എല്ലാവർക്കും വേണ്ടി പായസം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ആ സമയത്ത് ജലജ അങ്ങോട്ട് ചെല്ലും. ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നേയില്ല നയനെ എങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുന്നത്. ആഹാ, നീ പായസം ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കും. അതെ, ഞാൻ പായസം ഉണ്ടാക്കുക, അമ്പലപ്പുഴ പായസം ആയിരിക്കും എന്ന് നയനെ കളിയാക്കുന്നുണ്ട്. അമ്പലപ്പുഴ പായസമൊന്നും അല്ലെങ്കിലും വലിയ തരക്കേടില്ലാത്തൊരു പായസം തന്നെയാണ്. മുത്തശ്ശി എൻ്റെ പായസം കുടിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. അല്ലേലും അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ കൊള്ളു കേലാത്ത കാര്യത്തിനും അമ്മ പറയും നല്ലതാന്ന്. എന്തെങ്കിലും അമ്മ അഴുക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ കാര്യത്തിലെല്ലാം നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അപ്പച്ചി കൊള്ളു കേലെന്ന് മുത്തശ്ശി പറയാറുണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരും. നീ പായസം ഉണ്ടാക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിലോർക്കും, ഇവക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന്. ഇങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അനാമികയും അമ്മയും അവിടെ നിൽക്കുന്നത്. അവൾ പായസം ഉണ്ടാക്കുക, ആ പായസം കുടിച്ചിട്ട് ബാക്കിയുള്ളവരോട് അവളെ എടുത്ത് തലയിൽ വെക്കും, നോക്കിക്കോണം, അല്ലെങ്കിൽ അവൾ നന്നായിട്ട് പായസം ഉണ്ടാക്കും, അമ്മ അതിന് ഫുൾ മാർക്ക് കൊടുത്താന്ന് പറയും. അനാമിക മോളെ നീയൊന്ന് സൂക്ഷിച്ചൊക്കെ നിന്നോണം, അനിയുമായിട്ട് നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഓരോന്നൊക്കെ പറഞ്ഞ് പൊക്കുന്നുണ്ട്. ജലജ പോയി കഴിയുമ്പോഴത്തേന് അനാമിക പറയും, അവളല്ലേലും നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഞാനത് കഴിക്കാറില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ്. അത് ശരിയാ, മോക്ക് വേണ്ടി ഇപ്പം അനിയുടെ അമ്മയും വല്യമ്മയും അല്ലേ വല്ലതുമൊക്കെ ഉണ്ടാക്കി തരുന്നത്, ഇതിപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ, ഇത് നമ്മളായിട്ട് തിരുത്താനൊന്നും പോകണ്ട, ഇവിടുത്തെ ഫുഡിനാണെങ്കിൽ നല്ല ടേസ്റ്റുവാ. അമ്മ ചെന്ന് വല്യമ്മയും അനിയുടെ അമ്മയും ഒന്ന് സഹായിക്കാൻ അനാമിക പറയും. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്, പിന്നെ പ്രത്യേകിച്ച് ഞാൻ വല്ലതും ഉണ്ടാക്കിയാൽ നിനക്കോ നിൻ്റെ അച്ഛനോ ഇഷ്ടപ്പെടത്തുമില്ല, അതുകൊണ്ട് ഇവരുടെ ആ ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം. എന്നാൽ ഇന്ന് അവൾ ഉണ്ടാക്കുന്ന പായസം നമുക്ക് കുളവാക്കണം, അത് കുടിച്ചിട്ട് ഇവിടെ എല്ലാവരുടെയും വയറ് കേടാകണം, അതിനുവേണ്ടി അമ്മ അച്ഛനെ ഒന്ന് വിളിച്ച് പറയാൻ പറയും. രേവതി അപ്പോൾ തന്നെ വേണുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അനാമികയുടെ അച്ഛൻ വരുന്നുണ്ട്. അയാൾ ഒരു പൊടി എടുത്ത് രേവതിയുടെ കൊടുക്കും. ഇത് സംഘടിപ്പിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടതാണ്, എന്നാലും ആ കിളവന് രോഗമൊക്കെ ഉള്ളതല്ലേ, വല്ലതും സംഭവിക്കുമോ? അങ്ങനെയൊന്നുമില്ല, അയാൾ അങ്ങനെയൊന്നും ചാകുന്ന സൈസല്ലെന്നും അനാമിക പറയും. എന്നിട്ട് ആ പൊടിയുമായിട്ട് അനാമികയും അമ്മയും കൂടെ അടുക്കളയിൽ ചെല്ലും. എന്നിട്ട് അനാമിക ഇച്ചിരി പായസം എടുത്ത് കുടിച്ചിട്ട് പറയും, എന്തൊരു ടേസ്റ്റാണ് ഇവൾ ഉണ്ടാക്കുന്നതിനെന്ന്, എന്നാലും നമുക്ക് കുടിക്കാനുള്ളത് മാറ്റി വെച്ചേക്കാമെന്ന് പറഞ്ഞ് അവരൊരു ബൗളിലോട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയുള്ള പായസത്തിനകത്തോട്ട് അവളുടെ അച്ഛൻ കൊണ്ടുവന്ന് ആ പൊടി മുഴുവൻ കലക്കി വെച്ചിട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.